നിങ്ങളോട് പറയാൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണേ. ഏറ്റവും വലിയ സത്യമേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിനേക്കാൾ വലിയൊരു സത്യമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരു അറബി പദമാണല്ലോ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അത് വിശദീകരിച്ചു കൊടുക്കാനുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, നിങ്ങൾക്ക് വിജയിക്കാമെന്ന്. നിങ്ങൾക്ക് അറബ് കീഴ്പ്പെടും, നിങ്ങൾക്ക് അനറബ് കീഴ്പ്പെടും. അത് ലോകത്തിലെ വലിയൊരു തന്ത്രമാണ്. നിങ്ങൾ നോക്കുക, അല്ല പറയാണ്, അല്ല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിഷയത്തിന് അല്ല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇൽമുള്ള ആളുകളും അവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിഷയത്തില്. സൂറത്തു ആൽ ഇംറാനാണ്, 3-ാം അധ്യായമാണ്. ആ അധ്യായത്തിലെ 18-ാമത്തെ വചനമാണ് ഷഹിദല്ലാഹു അന്നഹു, അല്ല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിന്. അതുപോലെ വൽ മലായികത്തു, മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഉലിൽ ഇൽമി, ഇൽമുള്ള ആളുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഫഅലം, നിങ്ങൾ അറിയണേ, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിഷയം നിങ്ങൾ അറിയണേ മനുഷ്യരെ, നിങ്ങൾ മനസ്സിലാക്കണേ മനുഷ്യരെ. അത് നാവിന്റെ കേവലമായ ഉച്ചാരമല്ല, അത് ഹൃദയാന്തരാളത്തിലേക്ക് കടന്നു ചെല്ലാനുള്ളതാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, കാലത്തിൽ അറാബു ആമന്നാ കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. നബിയെ, അറാബികൾ വന്നിട്ട് പറയുന്നു, പ്രവാചക, അവർ വിശ്വാസികളായിട്ടുണ്ട് എന്ന്. കുല്ലം തുഅ്മിനു, അവരോട് പറയൂ പ്രവാചക, മുസ്ലിമായി എന്ന് പറഞ്ഞോട്ടെ, ഈമാനുള്ളവരായി എന്ന് പറയരുത്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. സൂറത്തു ഹുജറാത്താണ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, 14-ാമത്തെ വചനമാണ്. അതുപോലെ സൂറത്തു ആൽ ഇംറാനിലെ 18-ാമത്തെ വചനമാണ്. സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ വചനമാണ്. ഹാദാ ബലാഉൽ ലിന്നാസി വലിയുൻദറൂ ബിഹി വലിയഅലമൂ അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. അല്ലാഹു ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായമാണ്, 52-ാമത്തെ വചനമാണ്, അവസാനത്തെ ആയത്താണ്. ഹദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് മുഴുവനുമുള്ള ഉത്ബോധനമാണ്. ഇത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും ലോകത്ത് മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകൾക്കുമുള്ള സന്ദേശമാണ്. മുസ്ലിങ്ങൾക്ക് എന്നല്ല, 700 കോടി മനുഷ്യരെന്ന് ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട്. ആ 700 കോടി മനുഷ്യർക്കുമുള്ള ദൈവീകമായ സന്ദേശമാണ് ഇസ്ലാമും ഖുർആനും എന്ന് പറയുന്നത്. ഇത് മുസ്ലിമിന്റെ കുത്തകയല്ല, ഇത് പുളിക്കലുകാരന്റെ കുത്തകയല്ല, ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തുകാരന്റെ സ്വകാര്യമായ സ്വത്തല്ല. ഇത് ലോകത്തിനു മുഴുവനുമുള്ള മാർഗദർശനമാണ്, മാനവരാശിക്കാകമാനമുള്ള മാർഗദർശനമാണ്. ഇത് മുസ്ലിങ്ങൾ ആദ്യമായി ഉൾക്കൊള്ളണം. എന്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം ഇത് ബാലനും കൂടെ കൊടുക്കേണ്ടതാണ്, ഇത് ജോസഫിന് കൊടുക്കേണ്ടതാണ്, ഇത് സുരേഷിന് കൈമാറേണ്ടതാണ്, ഇത് ലാൽ കൃഷ്ണ അദ്വാനിക്ക് വായിക്കാൻ കൊടുക്കേണ്ടതാണ്, ഇത് വിനയ് കത്തിയാറിന് കൊടുക്കാനുള്ളതാണ്, ഇത് അശോക സിംഗാറിന് കൊടുക്കാനുള്ളതാണ്, ഇത് അടൽ ബിഹാരി വാജ്പേയിന്റെ കയ്യിൽ കൊടുക്കാനുള്ളതാണ്, ഇത് മൻമോഹൻ സിംഗിന് കൈമാറാനുള്ളതാണ്, ഇത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൊടുക്കാനുള്ളതാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൈകളിൽ വെച്ചു കൊടുക്കാനുള്ളതാണ്. ഇതൊക്കെ വലിയ യാഥാർത്ഥ്യമാണ്. ഇത് മനുഷ്യർക്കുള്ള ഗ്രന്ഥമാണ്, ഇത് മനുഷ്യർക്കുള്ള മതമാണ്. ഈ പ്രവാചകൻ മനുഷ്യർക്കുള്ള പ്രവാചകനാണ്. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ജനങ്ങൾക്കാകമാനമുള്ള ഒരു ദർശനമാണിത് എന്നൊരു ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ജനങ്ങൾക്കാകമാനമുള്ള മാർഗദർശന ഉപദേശമാണ്.
താക്കീതാണ്, നിർദ്ദേശമാണ്, ഉത്ബോധനമാണ്. വലിയുൻദറൂബി, ഇതുകൊണ്ട് താങ്കൾ അവർക്ക് താക്കീത് നൽകാനാണ്. വലിയ അലമു, അവരറിയുന്നതിന് വേണ്ടിയാണ്. അന്നമാഹു ഇലാഹും വാഹിദ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിഷയം അത് ലോക ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ആ ലോക ജനങ്ങളെ ഇതറിയിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ മഹത്തായ ഡ്യൂട്ടിയാണ് ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത്. എല്ലാവർക്കും ഇത് മനസ്സിലാകണം. എല്ലാവരോടും നമുക്ക് സംസാരിക്കണം. ഒരാളെയും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. കാരണം മുഹമ്മദ് നബി ലോകത്തിന്റെ പ്രവാചകനാണ്. എല്ലാ മനുഷ്യരോടുമാണ് അദ്ദേഹം കാര്യം പറഞ്ഞിട്ടുള്ളത്. ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യേണ സമുന്നിത മഹാമതിരിക്കാത ശിഷ്യശാഖാസമുന്നിതം. അങ്ങനെ ഇരിക്കുമ്പോ വിദേശീയനായ ഒരു ആചാര്യൻ വരും, മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടും, ശിഷ്യശാഖാസമുന്നിതം, ശിഷ്യന്മാരോടുകൂടി വാഴുകയും ചെയ്യും. ഇത് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ തന്റെ ഭവിഷ്യത് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഒരു പ്രവാചകൻ ലോകത്ത് വന്നു. ആ പ്രവാചകൻ ലോകരോട് സംസാരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്ക്. മുസ്ലിം സമുദായത്തിന് നിർവഹിക്കപ്പെടാനുള്ള ഡ്യൂട്ടി എന്താണ് എന്ന് പലരും അറിഞ്ഞില്ല. പലരും അത് മറന്നുപോയി. മുസ്ലിം സംഘടനകളിൽ മഹാഭൂരിപക്ഷവും ഇസ്ലാമിന്റെ കൃത്യമായ പ്രബോധന പാന്താവിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. യാതൊരു സംശയക്കാര്യത്തിലില്ല. അവർക്ക് പോലും ഒന്നും സംശയമില്ല. തിരിച്ചു വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു വലിയ അടയാളമാണ് പാൽ ദൈവങ്ങളെ കുറിച്ച് സോളിഡാരിറ്റിന്റെ ഒരു പോസ്റ്റർ കണ്ട് ഞാൻ തലസ്ഥാന നഗരിയിൽ. ഇവിടെ ഉണ്ടോ അറിയില്ല. സോളിഡാരിറ്റി ഇങ്ങനെ ദുനിയാവ് മാത്രം പറഞ്ഞു പറഞ്ഞ് ഈമാനുള്ള കുറച്ചാളൊക്കെ ഉണ്ടാവില്ല കൂട്ടത്തില്. അവര് ചോദിച്ചല്ലേ ഈ പോക്ക് ഏത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ് ആരെങ്കിലും ഒക്കെ ചോദിച്ചു കാണും. പിന്നെ നമ്മൾ നിരന്തരമായി ചോദിക്കണ്ടല്ലോ. അപ്പൊ ചിലർക്കൊക്കെ അതൊരു വെളിച്ചായിട്ടുണ്ടോ അറിയില്ല. അതുകൊണ്ട് ഇന്നലെ ഒരു പോസ്റ്റർ കണ്ട ആൾ ദൈവങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച, ആത്മീയ ചൂഷണത്തിനെതിരെ നല്ല കാര്യമാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളാണ് അത് ആദ്യം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഞങ്ങളോടൊപ്പം, നിങ്ങളോട് ഞങ്ങളും ഒപ്പം ഈ കാര്യത്തിൽ. അത് വലിയൊരു കാര്യമാണ്. റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടം ആദ്യം വന്ന് തുടങ്ങി പബ്ലിക്കിൽ ഇറങ്ങിയപ്പോ ശിർക്കിനൊക്കെ ശക്തമായി എതിർത്തു. പിറ്റേത്തെ റമദാനിലെ മൂപ്പര് തന്നെ ആ പണിയെടുക്കുകയും ചെയ്തു. അപ്പൊ അന്ന് നമ്മൾ അവരോടൊപ്പം നിന്നു. നല്ല കാര്യമാണ്, നല്ല കാൽവപ്പാണ് എന്ന് പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ജനങ്ങളോട് പറയുന്നത്? ഞാൻ നേർക്ക് നേരെ സംസാരിക്കും. വളച്ചുകെട്ടില്ലാതെ, ഏച്ചുകൂട്ടാതെ, മയപ്പെടുത്താതെ, താല്പര്യങ്ങളെ സംരക്ഷിക്കാതെ, അള്ളാഹനെ മാത്രം പേടിച്ചും മുന്നിൽ കണ്ടും അള്ളാഹുവിനെ ഓർത്തും ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, എങ്കിൽ അള്ളാഹു നിങ്ങളെയും ഓർക്കുന്നതാണ്. നോക്കൂ, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അള്ളാഹനെ ഓർക്കണം, അല്ലാഹു നിങ്ങളെയും ഓർക്കും. നിങ്ങൾ അള്ളാഹിനോട് നന്ദി കാണിക്കണം, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കരുത്. അള്ളാഹു നമുക്ക് നൽകിയതാണ് ഈ നാവും ഈ സംസാര വൈഭവവും. വലിസാനം വശഫതൈൻ, രണ്ട് ചുണ്ടുകൾക്കിടയിൽ രണ്ട് നാവിനെ തന്നത് അള്ളാഹുവാണ്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ അള്ളാഹനെ ഓർക്കണേ. അള്ളാഹനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. അതുകൊണ്ടാണ് മൂസാ നബിയെ തൂർ സീനാ പർവ്വതത്തിൽ വിളിച്ചിട്ട്, ഞാൻ ആദ്യം ഓതിയത് സൂറത്ത് ബഖറയിലെ 152-ാമത്തെ വചനമാണ്. സൂറത്ത് ത്വാഹയിൽ മൂസാ നബിയെ വിളിച്ചിട്ട് അല്ലാഹ് പറയുകയാണ്, മൂസാ ഇന്നനീ അനല്ലാഹ്, മൂസാ ഞാനാണ് മൂസാ നിന്റെ റബ്ബ്, ഞാനാണ് മൂസാ അല്ലാഹ് ഞാനാണ് മൂസാ. ഇന്നനീ അനല്ലാഹ്, ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ, ഞാനല്ലാതെ ഒരാരാധനക്കർഹനില്ല.